Hi students, welcome to today's chemistry class. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. അതിലെ മോൾ കൺസെപ്റ്റും അവഗേഡ്രോ നമ്പറുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. എന്താണ് അവഗേഡ്രോ നമ്പർ? നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ട് അല്ലേ? 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അവഗേഡ്രോ നമ്പർ. അവഗേഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ഐറ്റംസ് എന്നാണ്. അതുപോലെ അവഗേഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് എന്നാണ് അവഗേഡ്രോ നമ്പറിന്റെ അർത്ഥം. അവഗേഡ്രോ നമ്പർ മേ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 gram atom of the element or the number of molecules in 1 gram molecule of the substance. അവഗേഡ്രോ നമ്പറിന്റെ ആ കറക്റ്റ് വാല്യൂ ആണ് 6.022 × 10⁻23. It is found that 1 gram atom of any element contain the same number of atom and 1 gram molecule of any substance contains the same number of molecules. ആ നമ്പറാണ് 6.022 × 10⁻23. The amount of the substance containing 1 Avogadro number of atoms or molecule is called a mole. ഈ മോളിനെ പറ്റി നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതിനകത്ത് 6ാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ നമ്മൾ പറയുന്ന മോൾ എന്ന യൂണിറ്റ് വെച്ചാണ് മോൾ. അതായത് നമ്മൾ the amount of the substance containing 1 Avogadro number of atoms or molecules is called a mole. A mole of hydrogen atom means 6.022 × 10⁻23 atoms of hydrogen. അന്നേരം ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 6.022 × 10⁻23 atoms of hydrogen ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും പറയാം. 1 mole of hydrogen molecule എന്ന് പറഞ്ഞാൽ ഇവിടെ 1 mole തന്നെ കേട്ടോ. 1 mole of hydrogen molecule means 6.022 × 10⁻23 molecules of hydrogen. അന്നേരം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മോള്. അന്നേരം ഒരു മോളിനകത്ത് അവഗേഡ്രോ നമ്പർ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട്. അവഗേഡ്രോ നമ്പറിന്റെ ആ വാല്യൂ ആണ് 6.022 × 10⁻23. ഈ നമ്പർ നിങ്ങൾ കാണാതെ പഠിക്കണം, അവഗേഡ്രോ നമ്പർ. നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ പറയുന്നതാണ്, അതിന്റെ യൂണിറ്റ് ആണ് മോള്. എ മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് മാസ് ഈക്വൽ ടു ഗ്രാം ആറ്റോമിക് മാസ്. ഗ്രാം ആറ്റോമിക് മാസ് അതായത് കാർബണിന്റെ ആറ്റോമിക് മാസ് ആണ് 12. ആ 12നെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 12 ഗ്രാം. ഒരു മോൾ ഓഫ് കാർബൺ ആറ്റംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 gram. A mole is defined as that amount of substance which has mass equal to gram atomic mass if the substance is atomic or gram molecular mass if the substance is molecular. അതായത് നമുക്ക് ആറ്റോമിക് മാസിലും പറയാം, അതിന്റെ മോളിക്യൂളിന്റെ ടേംസിലും പറയാം. ഒരു മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത് 12 gram ആണെന്ന് പറയും. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ്. അതിന് നമ്മൾ ഗ്രാമിലോട്ട് ആക്കുമ്പോൾ ഗ്രാം ആറ്റോമിക് മാസ് ആയി. 12 ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് കാർബണെയാണ് ഒരു മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് ആണ് 23. അത് ഗ്രാമിലാക്കുമ്പോൾ 23 ഗ്രാം. ആ 23 ഗ്രാം സോഡിയത്തെയാണ് 1 മോൾ സോഡിയം ആറ്റംസ് എന്ന് പറയുന്നത്. 1 മോൾ സോഡിയം ആറ്റം. അതുപോലെ ഒരു മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. ഒരു മോൾ, അതായത് എന്താ 16 എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. അതായത് ഒരു മോൾ ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഓഫ് ഓക്സിജൻ ആറ്റം ആണ് 16 ഗ്രാം. ഒരു മോൾ ഓഫ് O2 മോളിക്യൂൾ ആണെങ്കിൽ എത്രയായിരിക്കും? O2 2 ഓക്സിജൻ കൂടി ചേർന്ന്, 2 ഓക്സിജൻ കൂടുമ്പോൾ 16 + 16 32. 32 ഗ്രാം ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നതാണ് 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. അതുപോലെ 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് നിങ്ങൾക്കറിയാം, കാർബൺ 44 അല്ലെ, 44 ആണ്. അന്നേരം 44 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 44 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം, എ മോൾ ഈസ് ഡിഫൈൻഡ് ആസ്
that amount of substance which has mass equal to gram atomic mass if the substance is atomic or gram molecular mass. ഇവിടെ ചിലപ്പോൾ സബ്സ്റ്റൻസിനെ ആറ്റത്തിന്റെ ടേംസിൽ പറയാം, ചിലപ്പോൾ നമ്മൾ അതിനെ മോളിക്യൂൾസിന്റെ ടേമിൽ പറയും. അതാണ് 1 mol ഓഫ് ഓക്സിജൻ മോളിക്യൂൾ 32 gram, 1 mol ഓഫ് ഓക്സിജൻ ആറ്റം 16 gram. ഓർത്തിരിക്കുക, 1 mol ഓഫ് ഓക്സിജൻ ആറ്റം 16 gram, 1 mol ഓഫ് O2 മോളിക്യൂൾ 32 gram. ഇങ്ങനെ ഇതാണ് മോൾ എന്ന കൺസെപ്റ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. നമുക്ക് നിങ്ങൾ പല കൺസെപ്റ്റുകളാണ്, പല ടേംസിൽ നമ്മുടെ മോളിന്റെ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് പതിക്കുകയാണ്. 1 mol ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ അവിടെ 6.022 × 10⁻23 ആറ്റംസ്. ഇത് അവഗാഡ്രോ നമ്പറിന്റെ ടേംസിൽ പറയാണ്. അതുപോലെ 1 mol ഓഫ് വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾസ്. 1 mol വാട്ടർ മോളിക്യൂളിനകത്ത് അവഗാഡ്രോ നമ്പർ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. 1 മോളിനകത്ത് അവഗാഡ്രോ നമ്പർ. The mass of 1 mol of a substance in gram is called its molar mass. 1 mol സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. The molar mass in gram is numerically equal to atomic molecular formula. ഇവിടെ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് ആണ് 18.02 gram per mol. സോഡിയം ക്ലോറൈഡിന്റെ ആണ് 58.5 gram per mol. 1 mol water molecule that is equal to 6.022 × 10⁻23 water molecule. അതുപോലെ the mass of 1 mol of a substance in gram is called its molar mass. നമ്മൾ മോൾസിന്റെ കൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. 1 mol is the amount of substance that contain as many particles as there are atoms is exactly 12 gram of the 12 carbon isotope. നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു, കാർബൺ ആണ് ഇവിടെ, കാർബൺ 12നെയാണ് ഐഡിയൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം വാസ് ഡിറ്റർമിൻഡ് ബൈ എ മാസ് സ്പെക്ട്രോമീറ്റർ. മാസ് സ്പെക്ട്രോമീറ്റർ വെച്ച് കാർബൺ 12ന്റെ മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.992648 × 10⁻23 gram. Knowing that 1 mol of carbon weigh 12 gram, the number of atoms in it is equal to number of atom കിട്ടുന്നത് 12 divided by 1.992648 × 10⁻23. അവിടുന്നാണ് നമുക്ക് അവഗാഡ്രോ നമ്പർ എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23 ആറ്റംസ്. നമുക്ക് മോളിന് പല ഡെഫിനിഷൻ വെച്ച് പറയാം. ഒന്ന് നമ്മൾ പറഞ്ഞു അവഗാഡ്രോ നമ്പർ വെച്ച് പറഞ്ഞു അല്ലെ. ഇവിടെ സെക്കൻഡ് ഡെഫിനിഷൻ പറയാണ്, എ മോൾ ഇസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് ആറ്റോമിക് ഓർ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് മോളിക്കുലർ. 1 mol of carbon atom that is equal to 6.022 × 10⁻23 atoms of carbon. അതുപോലെ 1 mol of H2O മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 × 10⁻23 molecules of H2O. പല കൺസെപ്റ്റ് പറയുന്നത് ആറ്റം വെച്ച് പറയാം. അതുപോലെ 1 mol കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് കാർബൺ. അതുപോലെ 1 mol ഓഫ് H2O മോളിക്യൂൾ എന്ന് പറഞ്ഞാലും എന്താണ്? അവഗാഡ്രോ നമ്പർ. നിങ്ങൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയുണ്ട്? അവഗാഡ്രോ നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. നമുക്ക് ഗേഷ്യസ് വാതകാവസ്ഥയിലുള്ള നോക്കുകയാണെങ്കിൽ, in case of gases, a mole is that amount of the gas which has a volume of 22.4 liters at STP. ഇവിടെ നോട്ട് ചെയ്യണം, വോളിയം പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വോളിയം ആണ്, 22.4 liters അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. എന്നാൽ ഇവിടെ 1 mol O2 ഗ്യാസ് എന്ന് പറഞ്ഞാൽ 22.4 liter ഓഫ് O2 അറ്റ് STP. ഓക്കെ, 1 mol O2 ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് വരണം 22.4 liter ഓഫ് O2. 1 mol കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞാലും 22.4 liter ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. നമ്മളിവിടെ ഒരു ഇതിലേക്ക് പല ടേമിൽ പറയാം മോളിനെ. 1 mol ഓക്സിജൻ ഗ്യാസ് 22.4 liter ഓഫ് O2. 1 mol കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് 22.4 liter ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. A mole of an ionic compound is that amount of the substance which has mass equal to gram formula mass.
ഓർ അവഗേഡ്രോ നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ്. നമ്മൾ ഫോർമുല മാസ് പഠിച്ചായിരുന്നു അല്ലേ? അയോണിക് കോമ്പൗണ്ട് ഒക്കെ വരുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ് എന്നൊക്കെ പറഞ്ഞ പിന്നെ 1 mole ഓഫ് സോഡിയം ക്ലോറൈഡ്, അയോണിക് കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്, അതിന്റെ ഫോർമുല മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 58.5 gram of NaCl. 58.5 gram of NaCl that is equal to Avogadro number. Avogadro number എത്രയാണ്? 6.022 into 10⁻23. നമ്മള് മോളിനെ നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ മോളിനെ പല രീതിയിൽ നമ്മളിവിടെ പറഞ്ഞ് പല ടേംസിൽ പറയുകയാണ്. മോളാർ വോളിയം. The molar volume is the volume occupied by 1 mole of ideal gas at STP. Its value 22.414 liter per mole. മോളാർ വോളിയം. മോളാർ വോളിയത്തെ പറ്റി നമ്മളിപ്പം പഠിച്ചത്. മോളാർ വോളിയം ഇസ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് STP. വോളിയത്തിന്റെ വാല്യൂ ആണ് 22.414 ലിറ്റർ പെർ മോള്. അത് ഓർത്തിരിക്കുക. എന്താണ് മോളാർ വോളിയം? മോളിക്കുലാർ മാസ് or molecular weight is the mass of molecule. Formula mass, it is the sum of the atomic masses of atoms in a formula. ഇതെല്ലാം നമ്മൾ മോൾ വെച്ച് റിലേറ്റ് ചെയ്യുകയാണ്. ഈ ഫോർമുല മാസും മോളിക്കുലാർ മാസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? The key difference between formula mass and molar mass is that the formula mass of a molecule or a compound is the sum of the atomic weight of the atoms in its empirical formula. എന്താണ് എംപിരിക്കൽ ഫോർമുല? എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾ. അതാണ് എംപിരിക്കൽ ഫോർമുല. മറ്റേ മോളിക്കുലാർ ഫോർമുല എന്താണ്? മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്. അതാണ് മോളിക്കുലാർ ഫോർമുല. ഇവിടെ ഫോർമുല മാസും മോളാർ മാസും ബേസിക് ആയിട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർമുല മാസ് ഓഫ് എ മോളിക്യൂൾ ഈസ് ദ സം ഓഫ് ദ ആറ്റോമിക് വെയ്റ്റ്സ് ഓഫ് ദ ആറ്റംസ് ഇൻ ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല, while the molar mass is the mass in grams of 1 mole of the substance. ഇതിന് ചിലപ്പം ഡിഫറൻസ് എന്താണെന്ന് നമ്മുടെ മനസ്സിലേക്കൊരു ഇത് വേണം. നമ്മളിപ്പം കണ്ടു മോൾ. ദ മോൾ ഈസ് കൗണ്ടിങ് യൂണിറ്റ് ഇൻ കെമിസ്ട്രി. കെമിസ്ട്രിയിലെ ഒരു കൗണ്ടിങ് യൂണിറ്റ് ആണ്. അത് MOL എന്നാണ് പറയുന്നത്. ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് എക്സാക്ട്ലി 12 grams ഓഫ് പ്യുവർ കാർബൺ 12. കാർബൺ 12 ഐഡിയൽ ആക്കിയെടുത്താണ് നമ്മൾ അതിന്റെ നമ്പർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വാല്യൂ 6.022 into 10⁻23. Avogadro number to honor his contribution to chemistry. 1 mole of anything consists of 6.022 into 10⁻23 units that substance. ഒരു മോളിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23. അതായത് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.02 into 10⁻23. ഇപ്പം നമ്മൾ പറയാണ് ഒരു ഡസൻ മുട്ട എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കാണും? 12 മുട്ട കാണും. അതുപോലെ ഒരു മോൾസ് ഓഫ് എഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരണം, ഒരു മോൾ എഗ് എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 എഗ്സ്. അത്രയും മുട്ടകൾ കാണും. 6.022 into 10⁻23 എഗ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ ഓഫ് എഗ്. ഓക്കെ, one mole is the amount of substance that contain as many particles there are atoms in exactly 12 grams of the carbon. ഇപ്പം നമ്മൾ ഇത്രയും കണ്ടത് വെച്ച് നമുക്ക് സമ്മപ്പ് ചെയ്യാം. അവഗാഡ്രോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പറിന്റെ നമ്പറാണ് 6.022 into 10⁻23. A mole is a collection of 6.022 into 10⁻23 particle. 1 mole is the amount of a substance that contain as many particles, atoms in exactly 12 grams of carbon isotope. The mass of 1 mole of a substance in gram is called its molar mass. The molar mass in grams is numerically equal to the atomic molecular formula mass. അതായത് നമ്മൾ യൂണിഫൈഡ് മാസിലെ യൂല പറയുന്നത്, അതിന് ഗ്രാമിലോട്ട് മാറ്റുവാണെങ്കിൽ അത് ഗ്രാം ആറ്റോമിക് മാസ് ആകുന്നു. Molarity is the number of moles of solute in per liter of solution. അതായത് നമ്മൾ ഇവിടെ മോൾസിന്റെ കൺസെപ്റ്റുകളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല പ്രോബ്ലംസ് നമുക്ക് ഈ നമ്മളിപ്പം പഠിച്ച കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും.
മോൾ ഓഫ് ആൻ ഇലമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മാസും ഇലമെന്റിന്റെ മാസും ആറ്റോമിക് മാസും അറിയാമെങ്കിൽ നമുക്ക് ആ ഇലമെന്റിന്റെ മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. മോൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. മാസ് ഡിവൈഡ് ബൈ ആറ്റോമിക് മാസ്. ഓക്കെ, മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മാസ് ഓഫ് വൺ ആറ്റം കണ്ടുപിടിക്കാൻ പറ്റും. മാസ് ഓഫ് വൺ ആറ്റം that is equal to atomic mass divided by Avogadro number. Mass of one atom that is equal to atomic mass divided by Avogadro number. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. മോൾസ് ഓഫ് എ കോമ്പൗണ്ട്, അത് മോളിക്കുലാർ മാസിലാണെങ്കിൽ that is equal to mass of compound divided by molecular mass. H2O-ടെയൊക്കെ മോളിക്കുലാർ മോൾസ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അത് മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് H2O എന്ന് കൊടുത്താൽ മതി. അതുപോലെ മാസ് ഓഫ് വൺ മോളിക്യൂൾ നമുക്ക് ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്യാം. മാസ് ഓഫ് വൺ മോളിക്യൂൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അവഗേഡ്രോ നമ്പർ. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പല ബോർഡ് എക്സാമിന് പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മാസ് ഓഫ് വൺ ആറ്റം, മാസ് ഓഫ് വൺ മോളിക്യൂൾ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഇതെല്ലാം നമുക്ക് ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്കത് അറേഞ്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് സിൽവർ. രണ്ടാമത്തെ ഓപ്ഷനാണ് മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ചെയ്യാൻ പോവാണ് ആറ്റം ഓഫ് സിൽവറിന്റെ മാസ് കണ്ടുപിടിക്കാൻ. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിഞ്ഞിരിക്കണം 1 മോൾ ഓഫ് സിൽവർ ആറ്റം എന്ന് പറയുന്നത്, അതായത് സിൽവർ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് ആണ് 108 ഗ്രാം എന്ന് അറിഞ്ഞിരിക്കുന്നത്. 108 ഗ്രാമിനകത്ത് 1 മോൾ സിൽവർ ആറ്റം ഉണ്ട്. 1 മോൾ സിൽവർ ആറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. നമ്മളിപ്പം പഠിച്ച തിയറി അനുസരിച്ച് പറയാണ്, സിൽവർ ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ആറ്റം ഓഫ് സിൽവർ ആണെങ്കിൽ സിൽവറിന്റെ ആറ്റോമിക് മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 108 ഗ്രാം ആണ്. 108 ഗ്രാം എന്ന് പറയുന്നതാണ് 1 മോൾ എന്നുള്ള കൺസെപ്റ്റ് ഓടിയെത്തണം നമ്മുടെ മനസ്സിലോട്ട്. അപ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കും 1 മോൾ ഓഫ് സിൽവർ ആറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അന്നേരം 6.022 × 10⁻23 ആറ്റംസ് ഓഫ് സിൽവർ ഹാവ് മാസ് 108 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 ആറ്റം ഓഫ് സിൽവർ ഹാസ് മാസ് എത്രയായിരിക്കും? 108/6.022 × 10⁻23 ദാറ്റ് ഈസ് ഈക്വൽ ടു 17.93 × 10⁻13 ഗ്രാം എന്നുള്ള ആ ഇതിലേക്ക് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. 23 ഗ്രാമിലോട്ട് എത്തി. നമ്മൾ ഇവിടെ പഠിച്ചത് ഒരു ആറ്റത്തിന്റെ സിൽവർ ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി എന്താ ആദ്യം ചെയ്തത്? ഒരു സിൽവർ ആറ്റത്തിന്റെ ഗ്രാം ആറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് എവിടുന്ന് കിട്ടും? നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് നിന്ന് കിട്ടും കേട്ടോ. പീരിയോഡിക് ടേബിള് നിങ്ങൾക്ക് പരീക്ഷയ്ക്കും പീരിയോഡിക് ടേബിള് കൊണ്ടുപോകാവുന്നതാണ്. എന്നിട്ട് പീരിയോഡിക് ടേബിളിനകത്ത് നമുക്ക് കിട്ടുന്നു 1 മോൾ ഓഫ് സിൽവർ ആറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു 108 ഗ്രാം. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ. അന്നേരം നമുക്ക് 1 ആറ്റം ഓഫ് സിൽവർ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. സെയിം തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് ആണ് 44 ഗ്രാം. അത് കാണാതെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആറ്റോമിക് മാസ് ഓഫ് കാർബൺ പ്ലസ് 2 × ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ അല്ലേ? നമുക്ക് എന്ത് കിട്ടുന്നു? 44 ഗ്രാം എന്നുള്ള കിട്ടണം. അന്നേരം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ അറിയണം. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 44 ഗ്രാം എന്ന് കൊടുത്തു. 44 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ. അന്നേരം 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹാവ് മാസ് 44 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 മോളിക്യൂൾ ഹാസ് മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 7.307 ഗ്രാം എന്നുള്ള ഇതിലേക്ക് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസും നമ്പർ ഓഫ് മോളിക്യൂൾസും എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഓക്സിജന്റെ ആണെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം. അതുപോലെ അലൂമിനിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം? 27 ഗ്രാം എന്ന് അറിഞ്ഞിരിക്കണം. 27 ഗ്രാം. ഇങ്ങനെ നമുക്ക് എത്ര വേണേലും നമ്പർ ഓഫ് ആറ്റംസോ നമ്പർ ഓഫ് മോളിക്യൂൾസോ എല്ലാം
ഈ പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം മോൾ കൺസെപ്റ്റ് എന്തെന്ന്. അതിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ എല്ലാം ആൻസർ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പഠിച്ചല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും? എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല നമുക്കറിയാം, എല്ലാ കോമ്പൗണ്ട്സിനും മോളിക്കുലാർ ഫോർമുല ഉണ്ട് അല്ലേ. ഇവിടെ ഗ്ലൂക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്ലൂക്കോസ് കഴിക്കാനും ഇഷ്ടമാണ്. എന്താണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല? C6H12O6, 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ. ഈ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ആ കോമ്പൗണ്ടിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട്, ആ ആറ്റത്തിന്റെ എണ്ണം കറക്റ്റ് ആയിട്ട് പറയാം. 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അടുത്തത് പറയാണ് ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുല ആണ് CH2O. അതിന്റെ അർത്ഥം എന്താണ് എംപിരിക്കൽ ഫോർമുല? നമ്മള് ഒരു പുതിയ കൺസെപ്റ്റ് അല്ലെ എംപിരിക്കൽ ഫോർമുല. അതായത് ഗ്ലൂക്കോസ് എന്ന കോമ്പൗണ്ടിനകത്ത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒരു ഹോൾ നമ്പർ റേഷ്യോ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ തന്നിരിക്കുകയാണ്. അതായത് ഗ്ലൂക്കോസ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അതിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ വരുമ്പോഴാണ് 12 എന്നുള്ള മോളിക്കുലർ ഫോർമുലോട്ട് ആകുന്നത്. അങ്ങനെയുള്ള സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് ഈസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, നിങ്ങൾ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയുമാണ് നമ്മൾ കാണുന്നത്. An empirical formula represents the simplest whole number ratio of various atoms present in a compound. Molecular formula shows the exact number of different type of atoms present in a molecule of a compound. Molecular formula കാണുമ്പോഴേ നമുക്ക് ആ മോളിക്യൂളിന്റെ കാര്യം മനസ്സിലാവുക. ഇത്ര ആറ്റംസ് അവിടെ ഉണ്ട്. നമുക്ക് മോളിക്കുലാർ ഫോർമുല വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. If the mass percent of various elements present in a compound is known as, its empirical formula can be determined. ഇവിടെ ഒരു n എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. n എന്ന് പറയുന്ന മോളിക്കുലാർ ഫോർമുല നമുക്ക് എംപിരിക്കൽ ഫോർമുല ഉണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ മോളിക്കുലാർ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഈ n എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്. 1, 2, 3 എന്ന് പറയുന്ന സിമ്പിൾ നമ്പർ ആണ്. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മോളാർ വോളിയം ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അങ്ങനെ മോളാർ വോളിയത്തെ എംപിരിക്കൽ ഫോർമുലയുടെ റേഷ്യോയാണ് നമ്മൾ എന്ത് പറയുന്നത്? n എന്ന് പറയുന്നത്. ആ n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല. നമ്മളത് വെച്ചാണ് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം. അന്നേരം മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ ആണ് molecular formula that is equal to n into empirical formula. What is n? n that is equal to molar mass divided by empirical formula mass. കുറച്ച് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കാണാം. നിങ്ങൾ പറയുന്നത് എന്താണ് മോളിക്കുലാർ ഫോർമുല? C6H6 ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബെൻസീൻ അല്ലെ. ബെൻസീൻ അതിന്റെ എംപിരിക്കൽ ഫോർമുല ഒരു CH മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ അർത്ഥം എന്താണ്? ഈ കാർബണും ഹൈഡ്രജനും എന്ന് പറയുന്നത് ബെൻസീൻ്റെ ഒരു സിമ്പിൾ റേഷ്യോ ആണ്. വേരിയസ് ആറ്റംസ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഒരു സിമ്പിൾ റേഷ്യോ, അതാണ് CH എന്നുകൊണ്ട് എംപിരിക്കൽ ഫോർമുല കൊണ്ട് കാണിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നതാണ് മോളിക്കുലാർ ഫോർമുല. നമുക്ക് അന്നേരം എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മോളിക്കുലാർ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. n എങ്ങനെ കിട്ടും? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. നമ്മൾക്ക് ഈ ഇവിടുത്തെ എംപിരിക്കൽ ഫോർമുല CHനെ 6 കൊണ്ട് ഗുണിച്ചാൽ C6H6 ആയി മാറുന്നു അല്ലേ. അടുത്താണ് N2O4 മോളിക്കുലാർ ഫോർമുല ആണ്. അതിന്റെ എംപിരിക്കൽ ഫോർമുല ആണ് NO2. CH2OH അതായത് C2H6O2 എന്ന് പറയുന്നത് വരുന്നു. അതുപോലെ CH3OH, അങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം എംപിരിക്കൽ ഫോർമുലയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ എംപിരിക്കൽ ഫോർമുല CH3, മോളിക്കുലാർ ഫോർമുല C2H6, അതിൻ്റെ പേരാണ് ഈഥെയ്ൻ. C2H6 എന്താണ്? ഈഥെയ്ൻ. ഈഥെയിൻ്റെ നമുക്ക് അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമേഷനൊക്കെ വരച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ, സ്ട്രക്ചറൽ ഫോർമുല, പലതരത്തിലുള്ള ഫോർമുലാസാണ് നമ്മൾ കാണുന്നത്. അടുത്താണ്
C3H6 സൈക്ലോപ്രൊപ്പൈൻ വരും. സൈക്ലോപ്രൊപ്പൈൻ. ആ സൈക്ലോപ്രൊപ്പൈൻ്റെ എംപിരിക്കൽ ഫോർമുല CH മാത്രമേ ഉള്ളൂ. നേരെ മോളിക്കുലർ ഫോർമുല C3H6. അതുപോലെ 1,2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ C2H4Cl ആണ് എംപിരിക്കൽ ഫോർമുല. കറക്റ്റ് ആയിട്ടുള്ള ആറ്റംസ് ആണ് C4H8Cl2 എന്ന് പറയുന്നത്. അതുപോലെ നെയിം അടുത്ത സിസ് ബ്യൂട്ട് 2 C4H8 ആണ് മോളിക്കുലർ ഫോർമുല. അതിന്റെ എംപിരിക്കൽ ഫോർമുല CH. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിമ്പിൾ റേഷ്യോ ഓഫ് ആറ്റംസ്. മോളിക്കുലർ ഫോർമുല ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദാറ്റ് മോളിക്യൂൾ. The formula of a compound expressed as the smallest possible whole number ratio of subscript of the elements in the formula. അതാണ് empirical formula. Molecular formula is the formula of a compound in which the subscripts give the actual number of each element in the formula. ഇനി നമുക്ക് empirical formula കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പമാണ് empirical ഫോർമുലയുടെ കാൽക്കുലേഷൻ. ഒരു ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ അനാലിസിസ് ഓഫ് എ ലിക്വിഡ് ഷോസ് ദാറ്റ് 60% carbon, 13.40% hydrogen and 26.60% of oxygen by mass. Calculate the empirical formula of this substance. അന്നേരം നിങ്ങൾക്ക് ഇവിടെ വാല്യൂസ് തന്നിരിക്കുകയാണ്. കാർബണിന്റെ, ഹൈഡ്രജന്റെ, ഓക്സിജന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ അതിനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പല സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അതിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് നമ്മൾ ഗ്രാമിലോട്ട് മാറ്റുക. ഗ്രാമിലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം 100 ഗ്രാം സാമ്പിൾ ആണുള്ളത്. ഒരു അസ്യൂം യു ഹാവ് എ 100 ഗ്രാം സാമ്പിൾ ആൻഡ് കൺവേർട്ട് പെർസെൻറ്റേജ് ടു ഗ്രാം. ഇപ്പം 60% കാർബൺ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഗ്രാം ഓഫ് കാർബൺ. അതുപോലെ 13.40% ഓഫ് ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 13.40 ഗ്രാം ഹൈഡ്രജൻ. ഓക്സിജന്റെ അളവ് 26.60% ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 26.60 ഗ്രാം ഓഫ് ഓക്സിജൻ. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ചെയ്തത് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ നമ്മൾ ഗ്രാം ആയിട്ട് ഡയറക്റ്റ് ആയിട്ടൊക്കെ മാറ്റി. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. കൺവേർട്ട് ഗ്രാംസ് ടു മോൾസ്. എങ്ങനെയാണ് മോൾ ആക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്ന ഒരു ഇക്വേഷൻ, മോൾ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. അതാണ് മോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറയാണ് 60 ഗ്രാം കാർബൺ ആണ്. 60 ഗ്രാം കാർബണിനെ മോൾ ആക്കണം. മോൾ ആക്കണമെങ്കിൽ 60 ഡിവൈഡഡ് ബൈ 12 എന്താണ്? കാർബണിന്റെ ആറ്റോമിക് മാസ് ആണ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മോൾ. 5. അതുപോലെ ഹൈഡ്രജന്റെ ഗ്രാം ആണ് വെയിറ്റ് 13.40. അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആക്കാൻ വേണ്ടി ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് ആണ് 1.01. 13.4540 by 1.01 that is equal to 13.27 mol. ഓക്സിജന്റെ 26.60 ആണ്. 26.60 ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ആയ 16 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1.66 മോള് കിട്ടുന്നു. നമ്മളിവിടെ പറയാണ് അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡിവൈഡ് ഈച്ച് ബൈ ദ സ്മോളസ്റ്റ് ഡെസിമൽ ടു ഗെറ്റ് ഹോൾ നമ്പേഴ്സ്. ഈ കാണുന്ന നമ്പർ ഓഫ് മോൾസിനെ ഏറ്റവും ചെറിയ മോള് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ദീസ് നമ്പർ വിൽ ബി ദ സബ്സ്ക്രിപ്റ്റീവ്. ഇവിടെ നിങ്ങൾ ഏറ്റവും ചെറിയ മോളായിട്ട് കണ്ടിരിക്കുന്ന 1.66 ആണ്. ഈ 1.66നെ കാർബണിന്റെ മോളായ 5 ഡിവൈഡഡ് ബൈ 1.66 കൊണ്ട് ആക്കുമ്പോൾ നമുക്ക് 3.01 മോൾ. ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 3 എന്നാക്കുന്നു. അതുപോലെ തന്നെ 13.27 മോൾ ഓഫ് ഹൈഡ്രജനെ 1.66 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുവാണ് 7.99. 1.66നെ നമുക്ക് 1 തന്നെയായിട്ട് കിട്ടുന്നു. നമുക്ക് അന്നേരം ഇവിടെ എംപിരിക്കൽ ഫോർമുല നിങ്ങൾ എഴുതുകയാണ്. C3H8O1 എന്നുള്ള ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. 7.99 മോൾ നമ്മൾ 8 എന്നാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് H8 എന്ന് പറയുന്നത്. C3H8O1 എന്നുള്ള എംപിരിക്കൽ ഫോർമുലയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? പെർസെൻറ്റേജിനെ ഗ്രാമിലോട്ടാക്കി, ഗ്രാമിനെ നമ്മൾ നമ്പർ ഓഫ് മോൾസിലോട്ടാക്കി, നമ്പർ ഓഫ് മോൾസിനെ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് അതായത് ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ആ റേഷ്യോസിനെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമ്പോഴാണ് നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടുന്നത്. നമുക്കിവിടെ എംപിരിക്കൽ ഫോർമുല റെഡിയായി.
A formula giving the simpler proportion of the element present in a compound but not the actual number of atoms. അതിനെയാണ് എന്ത് പറയുന്നത്? എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയുടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതിന്റെ സ്റ്റെപ്പ് ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ട് വിത്ത് ദ നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് ഈച്ച് എലമെന്റ്. അതായത് നമ്പർ ഓഫ് ഗ്രാംസിലോട്ടാക്കി. രണ്ടാമത്തത് കൺവേർട്ട് ദ മാസ് ഓഫ് ഈച്ച് എലമെന്റ് ടു മോൾസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിവൈഡ് ഈച്ച് മോൾ വാല്യൂ ബൈ സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റഡ്. ലാസ്റ്റത്തെ റൗണ്ട് ദ നിയറസ്റ്റ് ഹോൾ നമ്പർ. റൗണ്ട് ചെയ്തു. അതിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കിയാലോ? എ കോമ്പൗണ്ട് കൺസിസ്റ്റ് ഓഫ് 72.2% മഗ്നീഷ്യം ആൻഡ് 27.8% നൈട്രജൻ ബൈ മാസ്. വാട്ട് ഈസ് ദ എംപിരിക്കൽ ഫോർമുല? എളുപ്പമാണ്. എംപിരിക്കൽ 72.2% മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഗ്രാമിലോട്ട് മാറ്റുക. 72.2% മഗ്നീഷ്യം എന്തായി മാറി? 72.2 ഗ്രാം മഗ്നീഷ്യമായി മാറി. അതുപോലെ 27.8% നൈട്രജൻ 27.8 ഗ്രാം നൈട്രജൻ ആക്കി മാറ്റി. ഇനി ഇതിനെ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ആറ്റോമിക് മാസ് കൊണ്ട് അതിനെ ഹരിക്കുന്നു. ഹരിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പോവാ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യം 72.2 ഗ്രാം ഓഫ് മഗ്നീഷ്യം ഡിവൈഡഡ് ബൈ 24.31 ഗ്രാം ഓഫ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് മാസ് ആണ് 24.31. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.97 മോൾ ഓഫ് മഗ്നീഷ്യം. അടുത്ത നൈട്രജന്റെ വെയിറ്റ് 27.9 ആണ്. ആറ്റോമിക് മാസ് നമുക്കറിയാം 14. നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്താ കിട്ടിയത്? 1.99 മോൾ. ഈ 1.99 മോൾ ആണ് ഏറ്റവും ചെറുത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഹോൾ നമ്പർ റേഷ്യോ ആക്കാൻ വേണ്ടി മഗ്നീഷ്യത്തിന്റെ 2.97 മോൾ ഓഫ് മഗ്നീഷ്യം ഡിവൈഡ് ബൈ 1.99 1.49 ആയി. നമുക്ക് അതിനെ എന്താക്കാൻ പറ്റും? 2 ആക്കി മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ നൈട്രജനെ നമ്മൾ 1.99 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ ഓഫ് നൈട്രജൻ എന്ന് കൊടുത്തു. 1.99 ഡിവൈഡ് ബൈ 1.99 എന്തായിരുന്നു ആൻസർ? 1 മോൾ. നമുക്ക് അന്നേരം ഇതിന്റെ ഫൈനൽ ആൻസർ ആയ എംപിരിക്കൽ ഫോർമുല കിട്ടുകയാണ്. Mg2n2 Mg2n എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ് എംപിരിക്കൽ ഫോർമുല. അടുത്തത് വളരെ സിമ്പിൾ ആണ്. കാൽക്കുലേറ്റിംഗ് ദ എംപിരിക്കൽ ഫോർമുല. കാർബണും ഹൈഡ്രജൻ തന്നിരിക്കുകയാണ്. കാർബണിന്റെ എത്രയാണ്? 79.80% ആണ് കാർബൺ. 20. അന്നേരം അതിനെ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് അതിനെ ഗ്രാമിലോട്ടാക്കണം. അന്നേരം 79.80 ഗ്രാം ആകുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. 79.80 ഡിവൈഡ് ബൈ 12.01. നമുക്ക് എന്താ ആൻസർ കിട്ടുന്നു? 6.64 മോൾ കിട്ടുന്നു. അതുപോലെ അടുത്ത എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ 20.20% 20.20 ഗ്രാം ആയി മാറുന്നു. അതിന് ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ വേണ്ട ഡിവൈഡ് ചെയ്യുമ്പോൾ 1.01 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ എത്ര കിട്ടിയിരിക്കുന്നത്? 20 മോൾ ഓഫ് ഹൈഡ്രജൻ കിട്ടി. 20 മോൾ ഓഫ് ഹൈഡ്രജൻ കിട്ടുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ചെറിയ റേഷ്യോ ഏതാണ്? 6.64 മോൾ ഓഫ് കാർബൺ ആണ്. ആ 6.64 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു രണ്ട് എലമെന്റിനെയും. നമുക്ക് അന്നേരം ആൻസർ കിട്ടുകയാണ് കാർബൺ 1, അതുപോലെ തന്നെ ഹൈഡ്രജൻ 3.01. നമ്മൾ ഒരു കാർബൺ, അതുകൊണ്ട് C1 നമ്മൾ കൊടുക്കത്തില്ല, കാർബണിനെ കൊടുക്കത്തുള്ളൂ. അതുപോലെ ഹൈഡ്രജൻ 3 എണ്ണമാണ്. 3.01 നമ്മൾ എഴുതുമ്പോൾ നമ്മൾ 3 എന്നാണ് എഴുതുന്നത്. CH3 ആകുന്നു. റൗണ്ട് ചെയ്ത് എഴുതി CH3. അതായത് ഒരു കാർബണും 3 ഹൈഡ്രജനും കൂടി ചേർന്നാണ് എംപിരിക്കൽ ഫോർമുല ഉണ്ടായിരിക്കുന്നത്. അതാണ് CH3. ഇനി നമുക്ക് എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല എല്ലാം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഫൈനൽ ഗോൾ എന്താണ്? മോളിക്കുലർ ഫോർമുല കണ്ടെത്തണം. ദ എംപിരിക്കൽ ഫോർമുല ഫോർ എ കോമ്പൗണ്ട് ഈസ് P2O5. ഇറ്റ്സ് എക്സ്പെരിമെന്റൽ മോളാർ മാസ് ഈസ് 284 ഗ്രാം പെർ മോൾ. ഡിറ്റർമൈൻ ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. അങ്ങനെ തരുക. എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് തന്നിട്ട് പറയുകയാണ് മോളാർ മാസ് തന്നിട്ടുണ്ട്. മോളാർ മാസ് P2O5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് 284 ആണ് തന്നിട്ടുണ്ട്. 284 ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോളിക്കുലാർ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. വാട്ട് ഈസ് N?
N എന്ന് പറയുന്നത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതായത് നമ്മൾ മോളാർ മാസ് 284 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കണ്ടുപിടിക്കാം. P2O5 ആണ്. 2 ഫോസ്ഫറസും 5 ഓക്സിജനും. 2 മോൾ ഫോസ്ഫറസ് ഇൻറ്റു ഫോസ്ഫറസിന്റെ ആറ്റോമിക് മാസ് ആണ് 30.97, ദാറ്റ് ഈസ് ഈക്വൽ ടു 61.94 ഗ്രാം ഫോസ്ഫറസ്. അതുപോലെ 5 മോൾ 5 ഓക്സിജൻ ഉണ്ട്. 5 ഇൻറ്റു ഓക്സിജന്റെ മാസാണ് 16, അറ്റോമിക് മാസ് 16 ആണ്. 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുവാണ് 141.94. 141.94 കിട്ടി എംപിരിക്കൽ ഫോർമുല. ഇനി എന്നാൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ ദ മോളാർ മാസ് ഓഫ് എംപിരിക്കൽ ഫോർമുല. മോളാർ മാസ് 284 ആണ്. ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ച് 141.94, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി സ്റ്റെപ്പ് 3 എന്നാണ്? മൾട്ടിപ്ലൈ സബ്സ്ക്രിപ്റ്റ് ഫ്രം എംപിരിക്കൽ ഫോർമുല ബൈ എംപിരിക്കൽ ഫോർമുല. അന്നേരം എംപിരിക്കൽ ഫോർമുല P2O5 ആണ്. അതിനെ നമ്മുടെ എന്നിന്റെ വാല്യൂ ആയ 2 കൊണ്ട് ഗുണിക്കും. എന്താണ് 2 എന്ന് പറയുന്നത്? എങ്ങനെയാണ് കിട്ടിയത്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. നമുക്ക് കിട്ടുകയാണ് 2 ഇൻറ്റു P2O5 ആക്കുമ്പോൾ P2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ P4 ആകുന്നു. O5നെ 5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 ആകുന്നു. അന്നേരം P4O10 എന്ന് പറയുന്നതാണ് മോളിക്കുലാർ ഫോർമുല P4O10. അന്നേരം എംപിരിക്കൽ ഫോർമുല P2O5, മോളിക്കുലാർ ഫോർമുല P4O10. അന്നേരം നമ്മളിവിടെ പഠിച്ചു എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത്. N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല. വാട്ട് ഈസ് N? N എന്ന് പറയുന്നത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, നിങ്ങൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്ന വിധമാണ് നമ്മൾ പഠിച്ചത്. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എ കെമിക്കൽ ഫോർമുല ദാറ്റ് ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്തൊക്കെയായിരുന്നു ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. അതൊന്ന് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ എംപിരിക്കൽ ഫോർമുല മാസ്. ഡിവൈഡ് ദ ഗ്രാം മോളിക്കുലാർ മാസ് ബൈ ദ എംപിരിക്കൽ ഫോർമുല മാസ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൾട്ടിപ്ലൈ ഈച്ച് ഓഫ് ദ സബ്സ്ക്രിപ്റ്റ് വിതിൻ ദ എംപിരിക്കൽ ഫോർമുല ബൈ ദ നമ്പർ ഓഫ് കാൽക്കുലേറ്റഡ്. അതായത് N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. നൈട്രജനും ഓക്സിജനും തന്നിട്ടുണ്ട്. അതിന്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഗ്രാം വെയിറ്റ് തന്നിട്ടുണ്ട്. 0.61 ഗ്രാം നൈട്രജൻ. അതിന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് മാത്രമേ തരത്തുള്ളൂ, നമുക്ക് മോൾസ് കണ്ടുപിടിക്കാൻ അറിയണം. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. അതാണ് ആറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 14. നമ്മൾ ഇവിടെ കാണുകയാണ് 0.61 divided by 14 that is equal to 0.04 mole of nitrogen. 1.28 gram ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 1.28 divided by 16 that is equal to 0.08 mole of oxygen. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ മോളിനെ എടുക്കുകയാണ്. ഏറ്റവും ചെറിയ മോൾ ആരാണ്? നൈട്രജന്റെ മോളാണ് 0.04. അതിനെ നമ്മൾ രണ്ട് എലമെന്റിന്റെയും വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. എന്തിനാ? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കാൻ വേണ്ടിയാണ്. അന്നേരം മോൾ ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04 ആണ്. അതിനെ നമ്മൾ ആദ്യം നൈട്രജൻ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 0.04 ബൈ 0.04 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ മോൾസ് ഓഫ് ഓക്സിജൻ ആണ് 0.08. അതിനെ ബൈ 0.04 ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 1ഉം 2ഉം കിട്ടി. നൈട്രജൻ N, ഓക്സിജൻ 2, NO2 എന്ന് പറയുന്നതാണ് എംപിരിക്കൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. എംപിരിക്കൽ ഫോർമുല NO2. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? മോളാർ മാസ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ദ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇസ് 92 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട്. മോളാർ മാസ് തന്നിട്ടുണ്ടെങ്കിൽ ആ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എന്നാൽ എംപിരിക്കൽ ഫോർമുല NO2 തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല NO2 തന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ പറ്റും. NO2ന്റെ മാസ് കണ്ടുപിടിക്കാൻ പോവാണ്. N ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ 14 ആൻസർ കിട്ടി. അതുപോലെ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. 16 കൊണ്ട് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 16 ആണ്. 32 കിട്ടി. ടോട്ടൽ മാസ് ഫോർമുല മാസ് 46.01 കിട്ടി. അന്നേരം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? മോളാർ മാസിനെ
ഇതെന്താ തന്നിരിക്കുന്നത്? കിട്ടിയത് നമ്മുടെ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. രണ്ടുകൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലയെ നമ്മൾ ഗുണിച്ചാൽ മതി. 2 × NO2. 2 × NO2 എന്ന് പറഞ്ഞാൽ N2O4 ആയി മാറി. N2O4 അതാണ് മോളിക്കുലാർ ഫോർമുല ഓഫ് N2O4. വളരെ ഈസിയാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഏത് ഇതിലും കണ്ടുപിടിക്കാൻ സാധിക്കും മോളിക്കുലാർ ഫോർമുല. ആദ്യം എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ N കിട്ടുന്നു. N × എംപിരിക്കൽ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മോൾ കൺസെപ്റ്റും അവഗേഡ്രോ നമ്പറും അതുപോലെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും ഒക്കെ കണ്ടുപിടിക്കുന്ന വിധമാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.